നമസ്കാരം. ഫ്രാൻസിലെ എവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ ഭാരതത്തിൻ്റെ ശക്തവും സ്വതന്ത്രവുമായ നയതന്ത്ര നിലപാടിൻ്റെ വിളംബരമാണ്. ഒമാൻ ഉൾക്കടലിൽ വെച്ച് അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ MT സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തൊട്ടടുത്തിരുത്തി പ്രധാനമന്ത്രി വേദിയിൽ ഉന്നയിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഭാരതം ഇതിലൂടെ ലോകശക്തികൾക്ക് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സങ്കീർണമായ സംഘർഷങ്ങളിൽ പെട്ട് നിരപരാധികളായ നാവികരുടെ ജീവൻ പൊലിയുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം അവർക്ക് ഉറപ്പാക്കേണ്ടത് ആഗോള സമൂഹത്തിൻ്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ആഗോള സമാധാനവും അന്താരാഷ്ട്ര ഐക്യദാർഢ്യവും പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക സമ്മേളനത്തിലാണ് പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ ആഘാതങ്ങളെക്കുറിച്ച് ഭാരതം നിലപാട് വ്യക്തമാക്കിയത്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ വിതരണത്തെയും എപ്രകാരം ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ഇന്ത്യ സ്വാഗതം ചെയ്യുമ്പോഴും സഖ്യരാഷ്ട്രങ്ങളുടെ സൈനിക നടപടികൾ മൂലം സ്വന്തം പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കുന്നത് രാജ്യം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. വാണിജ്യ കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും പ്രാദേശിക യുദ്ധങ്ങളുടെ ഇരകളാക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇറാൻ എണ്ണ ഉപരോധം ലംഘിച്ചു എന്നാരോപിച്ച് പലാവു പതാക ഘടിപ്പിച്ച MT സെറ്റബെല്ലോ എന്ന കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണമാണ് ഇപ്പോഴത്തെ നയതന്ത്ര ചർച്ചകൾക്ക് ആധാരമാകുന്നത്. 24 ഇന്ത്യക്കാർ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന ഈ കപ്പലിലെ 3 ഇന്ത്യൻ നാവികരാണ് ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇതിൽ ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൗരസ്യ എന്നിവരുടെ ഭൗതിക ശരീരങ്ങൾ ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ സജീവമായ ഇടപെടലിലൂടെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനും അന്താരാഷ്ട്ര വേദികളിൽ ഇതിനെതിരെ ശബ്ദമുയർത്തുവാനും ഭാരതം കാണിച്ച ആർജവം രാജ്യത്തിൻ്റെ വളർന്നുവരുന്ന ആഗോള സ്വാധീനത്തെയാണ് അടിവരയിടുന്നത്. സാധാരണഗതിയിൽ അമേരിക്കയോട് അങ്ങേയറ്റം സൗഹൃദപരമായി പെരുമാറുന്ന ഒരു രാജ്യത്ത് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം അമേരിക്കൻ വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. പ്രഖ്യാപിത യുദ്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും നിരായുധരായ നാവികർ സഞ്ചരിച്ച സിവിലിയൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇത്രയും മാരകമായ അതിക്രമം കാണിച്ചതിന് സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ല. ആഗോള സമുദ്ര വ്യാപാര മേഖലയെ ഭയത്തിലാഴ്ത്തിയ ഈ അപകടകരമായ പ്രവണതയെ ലോകരാഷ്ട്രങ്ങൾ അതീവ ഉത്കണ്ഠയോടെയാണ് വീക്ഷിച്ചത്. ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് ഇറാൻ എണ്ണ കടത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് MT സെറ്റബെല്ലോ ഉൾപ്പെടെയുള്ള കപ്പലുകൾ തങ്ങൾ ആക്രമിച്ചു തകർത്തതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിരുന്നു. കപ്പൽ ജീവനക്കാർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചതിലാണ് ഹെൽഫയർ മിസൈൽ ഉപയോഗിച്ച് എഞ്ചിൻ റൂം തകർത്തത് എന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ ഈ ആക്രമണം നടന്നത് ഒമാൻ്റെ പ്രാദേശിക ജലാതിർത്തിക്കുള്ളിൽ വച്ചാണ് എന്നത് സംഭവത്തിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്നു. അമേരിക്ക ഒമാനുമായി യുദ്ധത്തിലല്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു പരമാധികാര രാജ്യത്തിൻ്റെ കടൽ അതിർത്തിക്കുള്ളിൽ കയറി വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയതെന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങളും ജനീവ കൺവെൻഷനിലെ നിർദ്ദേശങ്ങളും പരിശോധിച്ചാൽ ഒരു യുദ്ധമുന്നണിയിൽ ശത്രു രാജ്യത്തിന് സാമ്പത്തികമായോ സൈനികമായോ നേട്ടമുണ്ടാക്കുന്ന വസ്തുക്കളെ ലക്ഷ്യം വയ്ക്കാൻ വ്യവസ്ഥയുണ്ടാകാം. സമുദ്ര നിയമങ്ങളിലെ ഏറ്റവും പ്രാധാന്യമേറിയ രേഖയായ സാൻ റെമോ മാനുവൽ പ്രകാരം ഒരു നിഷ്പക്ഷ വാണിജ്യ കപ്പൽ ഉപരോധം ലംഘിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് അവകാശമുണ്ട്. എന്നാൽ ഇതേ നിയമത്തിൽ കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സൈനിക നടപടികൾ മൂലമുണ്ടാകുന്ന സിവിലിയൻ നാശനഷ്ടങ്ങൾ ആ സൈനിക നീക്കത്തിലൂടെ പ്രതീക്ഷിക്കുന്ന നേട്ടത്തേക്കാൾ അധികമാകാൻ പാടില്ല. ഇവിടെ കപ്പൽ തടയാൻ എഞ്ചിൻ റൂമിലേക്ക് മിസൈൽ തൊടുക്കുന്നതിന് പകരം മുന്നറിയിപ്പ് വെടിയുതിർക്കുകയോ കപ്പലിൻ്റെ ഹള്ളിലേക്ക് ചെറിയ തോതിൽ ആക്രമണം നടത്തുകയോ ചെയ്യാമായിരുന്നു. അതിന് മുതിരാതെ നിരപരാധികളായ നാവികരുടെ ജീവനെടുത്ത അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും അമിതാധികാര പ്രയോഗവുമാണ്. ആക്രമണത്തിന് ശേഷം അപകടത്തിൽപ്പെട്ട നാവികരെ രക്ഷിക്കാൻ അമേരിക്കൻ കപ്പലുകൾ തയ്യാറായില്ല എന്നതും മാനവികതയ്ക്ക് നിരക്കാത്തതാണ്. കടലിൽ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കേണ്ടത് അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം നിർബന്ധമാണ് എന്നിരിക്കെ ആ ചുമതല ഒമാൻ അധികൃതർക്ക് വിട്ടുകൊടുക്കുകയാണ് അമേരിക്ക ചെയ്തത്. കൂടാതെ തങ്ങൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നും കപ്പൽ ഓപ്പറേറ്റ് ചെയ്ത കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. ഈ കപ്പൽ ആക്രമണം നടത്തിയ അമേരിക്കയുടെ സ്വന്തം കരിമ്പട്ടികയിൽ പോലും ഇല്ലാത്ത ഒന്നായിരുന്നു എന്ന വസ്തുത ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇറാൻ വിരുദ്ധ നീക്കത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയോ ഐക്യരാഷ്ട്രസഭയുടെയോ യാതൊരുവിധ പിന്തുണയുമില്ല.
എങ്കിലും അമേരിക്കൻ ജനപ്രതിനിധി സഭ പോലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറാൻ വിരുദ്ധ സൈനിക നീക്കങ്ങളെ തടയാൻ പ്രമേയം പാസാക്കിയിരുന്നു. UN രക്ഷാസമിതിയുടെ അനുമതിയില്ലാതെ അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഈ ഉപരോധം അനുസരിക്കാൻ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് യാതൊരുവിധ ബാധ്യതയുമില്ല. വൻ ശക്തികളുടെ ഇത്തരം ഏകപക്ഷീയമായ ഉപരോധ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാകേണ്ടി വന്നത് ഭാരതത്തെ പോലെയുള്ള നിഷ്പക്ഷ രാജ്യങ്ങളിലെ സാധാരണക്കാരായ നാവികരാണ്. റഷ്യയ്ക്ക് മേൽ യൂറോപ്പ് ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളും ഇപ്പോൾ പടിഞ്ഞാറൻ ഏഷ്യയിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ലോകക്രമത്തെ അരാജകത്വത്തിലേക്ക് നയിക്കും. ഈ സാഹചര്യത്തിൽ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും ഒരൊറ്റ കുടുംബമാണെന്ന ഭാരതത്തിൻ്റെ വസുധൈവ കുടുംബകം എന്ന മഹത്തായ ദർശനത്തിന് ആഗോള നയതന്ത്രത്തിൽ വലിയ പ്രസക്തിയുണ്ട്. വൻ ശക്തികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ചമച്ചിട്ട അപാകതകൾ നിറഞ്ഞ അന്താരാഷ്ട്ര നിയമങ്ങളെ ഭാരതം നയതന്ത്ര തലത്തിൽ ശക്തമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോകസമാധാനവും മാനവിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ ദില്ലി മുൻകൈയെടുക്കണം. G7 ഉൾപ്പെടെയുള്ള ആഗോള വേദികളിൽ വൻ ശക്തികളുടെ ഈ ഏകപക്ഷീയമായ സൈനിക അധിനിവേശങ്ങൾക്കെതിരെ ഭാരതം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് തുടരണം. എങ്കിൽ മാത്രമേ കടലിൽ ദാരുണമായി കൊല്ലപ്പെട്ട ആ ഇന്ത്യൻ നാവികരുടെ വേർപാട് വൃഥാവിലാകാതിരിക്കുകയും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. തന്ത്രപ്രധാനമായ ആഗോള വിഷയങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുമായി പങ്കാളിത്തം പുലർത്തുമ്പോഴും സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾക്കും പൗരന്മാരുടെ സുരക്ഷയ്ക്കും തന്നെയാണ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുന്നത്. വൻ ശക്തികളുടെ ഉപരോധ രാഷ്ട്രീയത്തിലോ സൈനിക ബലപ്രയോഗങ്ങളിലോ പെട്ട് ഇന്ത്യൻ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നത് അനുവദിക്കില്ലെന്ന് G7 വേദിയിൽ ട്രംപിനെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചതിലൂടെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ കരുത്താണ് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം നിർഭാഗ്യകരമായ സൈനിക നടപടികൾ ആവർത്തിക്കാതിരിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശക്തമായ ചട്ടക്കൂടുകൾ രൂപീകരിക്കാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ദേശീയതയിലൂന്നിയ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.